എല്ലിൻ്റെ ശക്തി ക്ഷയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളുടെ ഓരോ ചലനങ്ങളും മൂവ്മെൻറ്റ്സും നമ്മുടെ ജീവിതം തന്നെ ഏതാണ്ട് അൽക്കുലത്താവൂല്ലേ? എല്ലിൻ്റെ ശക്തി കൂട്ടാൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റേതായ ഒരു ചെറിയ പോർഷനിലാണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലിൻ്റെ ശക്തി ക്ഷയിച്ച് പോകാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഹെൽപ്പ് അതൊക്കെ ചെയ്യുന്നുള്ളതാണ്. പലതുള്ളി പെരുതള്ളം എന്ന് പറയാം. ഇത് മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കണം. ഇതന്നെ അങ്ങോട്ട് കഴിച്ചാൽ അതങ്ങോട്ട് സക്സസ് ആവുമെന്ന് വിചാരിക്കും. മറ്റെല്ലാ കാര്യങ്ങളോടും അതിനോട് യോജിച്ച് പോകുമ്പോഴാണ് ഇതുകൂടിയും നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ പറയുക, ക്യാപ്സിക്കാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഈ കൊളാജൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നുള്ളതാണ്. ഈ കൊളാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൽ തന്നെ മഞ്ഞ ക്യാപ്സിക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ നല്ലതാണ്. കാരണം അതിൽ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. തക്കാളിക്ക് ഇപ്പോൾ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ തക്കാളി നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. കാരണം എന്തുകൊണ്ടാണ്? തക്കാളിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് മൂന്ന് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ കാൽസ്യം നഷ്ടപ്പെട്ടു പോകാതെ നോക്കാനും നമ്മൾ തക്കാളി ഉൾപ്പെടുത്തുകൊണ്ട് കഴിയും. നമ്മൾ കറിയിലൊക്കെ തക്കാളി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കറിയിൽ നിന്ന് തക്കാളി മാറ്റി കളയരുത്, അതെടുത്ത് കഴിക്കാം. പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ തക്കാളി മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഫോർട്ടിഫൈഡ് തൈര് അല്ലെങ്കിൽ യോഗട്ട്, ഇതിൽ വൈറ്റമിൻ ഡിയും കാൽസ്യവും അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മളെ എല്ലിൻ്റെ ആരോഗ്യം പരിചരിക്കാൻ വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അത് തൈരിലൂടും മിക്സ് ചെയ്തിട്ട് തൈരിലാക്കിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഉപ്പേരിയൊക്കെ കഴിക്കുന്നതിന് പകരം ഒരു തൈര് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് തക്കാളിയും ക്യാപ്സിക്കൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റും. കെയിൽ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ വൈറ്റമിൻ സിയുടെയും പൊട്ടാസ്യത്തിൻ്റെയും വലിയൊരു കലവറാണ് കേട്ടോ. ഇനി അഥവാ കെയിൽ വല്ലാണ്ട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചാലും അത് കുറച്ചൊക്കെ നിങ്ങൾ എല്ലിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. നമുക്കറിയാം, നമ്മുടെ ജോയിൻസിനൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്ത് നിർത്താൻ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയിരിക്കണം. പിന്നെ എല്ലിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നമ്മുടെ ബോഡി തന്നെ കൺസ്ട്രക്ട് ചെയ്ത വെള്ളം കൊണ്ടാണല്ലോ. ഈ വെള്ളം നമുക്ക് ആവശ്യത്തിന് കിട്ടിയിരിക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. തീർച്ചയായിട്ടും ഈ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ എല്ലാം നിലനിർത്തുക. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കാം.